LDF സർക്കാർ പോകുന്ന പോക്കിൽ കൊടുത്ത 8ന്റെ പണിയാണ് മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മെയ് 18-ന് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് അതീവ രഹസ്യമായാണ് ഭൂമി രജിസ്റ്റർ ചെയ്തതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അത് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് VD സതീശന്റെ അവകാശവാദം. ആദ്യം നമുക്ക് ഈ ഉമീദ് രജിസ്ട്രേഷൻ എന്താണെന്ന് നോക്കാം. രാജ്യത്തുടനീളമുള്ള വഖഫ് സ്വത്തുക്കൾ നന്നായി കൈകാര്യം ചെയ്യുക, സുതാര്യത ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ കേന്ദ്ര സർക്കാർ തുടക്കമിട്ടതാണ് ഉമീദ് പോർട്ടൽ. ഉമീദ് എന്നാൽ യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ്, എംപവർമെന്റ്, എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ്. സ്വത്തിന്റെ വിസ്തീർണം, സ്ഥലത്തിന്റെ ജിയോ ടാഗ് എന്നിവയുൾപ്പെടെ വിശദമായ വിവരങ്ങൾ ഈ രജിസ്ട്രേഷന് നിർബന്ധമാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നവയ്ക്ക് മാത്രമേ വഖഫ് ഭൂമിയുടെ സംരക്ഷണം കിട്ടുകയുള്ളൂ. വഖഫ് ഭേദഗതി ബിൽ 2025-ന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോർട്ടൽ ആരംഭിച്ചത്. നിയമം നിലവിൽ വന്ന് 6 മാസത്തിനകം എല്ലാ വഖഫ് സ്വത്തുക്കളും പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു നിബന്ധന. ആ സമയപരിധി പിന്നീട് നീട്ടി. കഴിഞ്ഞ മെയ് 17 സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ട് മുൻപായിരുന്നു ഉമീദ് പോർട്ടലിൽ രജിസ്ട്രേഷനുള്ള അവസാന തീയതി. മുനമ്പത്തെ 404 ഏക്കർ ഭൂമിയാണ് വഖഫ് സ്വത്തായി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മുനമ്പം നിവാസികളുടെ കൈവശമുള്ളതടക്കമാണ് ഈ 404 ഏക്കർ. വഖഫ് ഭൂമി നിലവിൽ ആരുടെ കൈവശമാണ് ഉള്ളത്? അവർ മുതവല്ലി അല്ലെങ്കിൽ കൈകാര്യക്കാരനായാണ് ഭൂമി രജിസ്റ്റർ ചെയ്യേണ്ടത്. മുനമ്പം തർക്കത്തിൽ കിടക്കുന്നതിനാൽ, തർക്കഭൂമി ആയതിനാൽ വഖഫ് ബോർഡ് തന്നെ ഈ മുതവല്ലി സ്ഥാനം ഏറ്റെടുത്താണ് ഈ ഭൂമി രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാനത്തെ 90% വഖഫ് ഭൂമിയും, അതായത് ഏതാണ്ട് 59,000 സ്വത്തുക്കൾ ഈ പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്തുവെന്ന് സംസ്ഥാന വഖഫ് ബോർഡ് പറയുന്നു. എന്നാൽ വഖഫ് ആണോ അല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ലാത്ത, തർക്കം തുടരുന്ന മുനമ്പത്ത് ഭൂമി എങ്ങനെ രജിസ്റ്റർ ചെയ്തു എന്നതാണ് മുനമ്പത്തുകാർ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം. മുനമ്പത്ത് ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് തീർത്തും സാങ്കേതികവും നിയമപരവുമായ ഒരു പ്രക്രിയ മാത്രമെന്നാണ് വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസയുടെ പ്രതികരണം. അങ്ങനെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് അതിന്റെ അന്തിമാവകാശം ഉറപ്പിക്കപ്പെടുന്നുമില്ല. മുനമ്പത്തെ പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല. മുഖ്യമന്ത്രി അങ്ങനെ മുൻപ് പറഞ്ഞത് ആലങ്കാരികമായിട്ടാകണം. മുഖ്യമന്ത്രി പ്രസ്താവനകളിലൂടെ പുകമറ സൃഷ്ടിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം കൂടി വഖഫ് ബോർഡ് ചെയർമാനായ ഹംസ ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രി ഒന്ന് സംസാരിക്കാൻ തയ്യാറായാൽ തന്നെ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാകുമെന്നു കൂടി ഹംസ കൂട്ടിച്ചേർന്നു. ഇതൊന്നുമില്ല, രഹസ്യ സ്വഭാവമൊന്നുമില്ല. ഒന്നാമത്തത്, ഈ പോർട്ടലിൽ 59,000 കയറ്റുന്നത്. ആരോട് സമയം ചോദിക്കും? മുനമ്പ് മാത്രമല്ലെന്നേ, തർക്കമുള്ള 500ഓളം കേസുകൾ ഹൈക്കോടതിയിൽ നിൽക്കുന്നുണ്ട്. അതൊക്കെ കയറ്റാതിരിക്കാൻ കഴിയില്ലോ. ഇവിടെ പ്രശ്നം, ആ കയറ്റുന്ന സമയത്ത് യാതൊരുവിധ ഒളിച്ചുകളികളുമില്ല. അതിലൊരു കോളമുണ്ട്, കേസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന കോളത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, മുനമ്പം ഈ വിഷയത്തിൽ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്, കോടതികളിൽ കേസ് നിലവിലുണ്ട് എന്ന് തന്നെ പറഞ്ഞാണ് കയറ്റിയിട്ടുള്ളത്. പിന്നെ ഇത് ഒരു ടെക്നിക്കൽ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഉമീദിൻ്റെ പേപ്പറിലുണ്ടായിരുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റി. വളരെ സങ്കീർണമായ ഈ വിഷയത്തിൽ ഇന്നും CPM-നെ വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ ചെയ്തത്. സംഘപരിവാറിന് ഇരുവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമമുണ്ടായിരുന്നു. ഇതിന് കുടപിടിക്കുന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിച്ചത്. മുനമ്പം നിവാസികളെ എന്ത് വന്നാലും ഇറക്കി വിടില്ല എന്ന ഒരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകും. ഈ പുതിയ നിയമത്തിന്റെ പ്രൊവിഷൻസിനെതിരായിട്ടാണ് വഖഫ് ബോർഡ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ചെയ്യേണ്ടത് മുത്തവല്ലിയാണ്. മുത്തവല്ലിക്കാണ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് പോയി കഴിഞ്ഞിട്ട് ഈ വഖഫ് ബോർഡ് അവസാനത്തെ സമയത്ത് പോയിട്ട് ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്? അവിടെ പോയ മന്ത്രിമാരെല്ലാം അവരോട് പറഞ്ഞത് നിങ്ങളെ ആരെ ഇറക്കി വിടൂലെന്നാണ്. എന്നിട്ട് ഗവൺമെന്റ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് വഖഫ് ബോർഡ് ചേർന്നത്, അല്ലേ? ആ വഖഫ് ബോർഡ് കൂടിയിട്ടൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇത് വഖഫാണെന്ന്. അപ്പോൾ അവരോട് പറഞ്ഞത് കാപട്യമാണ്, അവരെ കളിപ്പിക്കുകയാണ്. സംഘപരിവാറിനൊരു അജണ്ട ഉണ്ടായിരുന്നു അവിടെ, 2 മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ. അതിന് കുട പിടിച്ചു കൊടുക്കുന്ന സമീപനമാണ് പിണറായി സർക്കാർ അന്ന് സ്വീകരിച്ചത്. ആ സർക്കാർ ഇറങ്ങിയിട്ടും സർക്കാർ വെച്ച പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് വഖഫ് ബോർഡ്. അവർ കൊണ്ടുപോയി പോണ പോക്കില് 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വിഷയമുള്ളതെന്ന്. അപ്പൊ 10 മിനിറ്റ് കൊണ്ട് തീർക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് വെച്ചിട്ട് പോയത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല 8ന്റെ പണിയാണെന്ന് ചെയ്തിട്ട് പോയത്. കുഴപ്പമില്ല,
അതും കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. ഞങ്ങൾ അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കും. വിവാദം കത്തിപ്പടരുന്നതിനിടെ ഉമീദ് പോർട്ടലിൽ നിന്ന് മുനമ്പം ഭൂമി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ MLA രംഗത്തെത്തി. കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിന് രാജീവ് ചന്ദ്രശേഖർ കത്ത് നൽകി. സംസ്ഥാനത്തെ വഖഫ് ബോർഡ് പിരിച്ചുവിടണമെന്നാണ് BJP നേതാവ് ഷോൺ ജോർജ് ഇന്ന് ആവശ്യപ്പെട്ടത്. പുതിയ വഖഫ് ഭേദഗതി നിയമപ്രകാരം പാലിക്കേണ്ടതായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ രൂപീകരിച്ചിട്ടുള്ള വഖഫ് ബോർഡിനെ പിരിച്ചുവിടണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. 3 നിയമസഭാ സാമാജികരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകും. സർക്കാർ ഇതിന്മേൽ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ നിയമപരമായ നടപടികളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി കടക്കും. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാനും ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ച വിവരം അറിയിക്കുന്നു. സത്യത്തിൽ മുനമ്പത്തെ ഭൂമി പ്രശ്നം അത്ര പെട്ടെന്ന് പരിഹരിക്കാവുന്ന ഒന്നല്ല. 2019 വഖഫ് രജിസ്ട്രിയിൽ ഉൾപ്പെടുത്തിയതാണ് ഈ ഭൂമി. വസ്തുവിന് കരമടച്ചുകൊണ്ടിരിക്കുന്നത് മുനമ്പത്തെ സാധാരണക്കാരാണെങ്കിലും ഭൂമി വഖഫ് ബോർഡിൻ്റേതെന്നാണ് ബോർഡിന്റെ അവകാശവാദം. കൈവശാവകാശം അടക്കം മുനമ്പത്തുകാരുടെ കയ്യിലുള്ള ഭൂമിയാണ് വഖഫ് സ്വത്ത് ഇപ്പോൾ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയ ആരോപണങ്ങൾക്കൊക്കെ അപ്പുറത്ത് വലിയൊരു നിയമ പോരാട്ടം തന്നെ ഈ വിഷയത്തിൽ വേണ്ടിവരും ഈ പ്രശ്നം പരിഹരിക്കാൻ എന്നതാണ് ചുരുക്കം.